ഇപ്പോഴത്തെ കാലത്തിൽ അത് വോട്ടാവുമെന്ന് തോന്നണില്ല. അവർ കാണിക്കുന്ന എല്ലാം ജനവിരുദ്ധ നയങ്ങളാണ്. സർക്കാർ പറഞ്ഞിട്ടല്ല, പാർട്ടിയുടെ ഘടകങ്ങളാണ് ഇത് ചെയ്യുന്നത്. അത് സർക്കാരല്ല. വീട്ടിൽ കയറ്റാൻ പറ്റാത്ത രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും ഉണ്ടല്ലോ. മനസ്സിലായില്ലേ? അതിലൊന്നും ഒരു കാര്യമല്ല. ഇപ്രാവശ്യം ഉമ്മാർ ആകെ ഒരു 10-15 സീറ്റ് പിടിക്കും. ജനങ്ങളെ കയ്യിലെടുക്കണവർ, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ വന്ന് ഭരിച്ചാൽ ഞങ്ങളെ പോലെയുള്ള പാവങ്ങൾക്ക്. വീടുകൾ തോറും കയറിയിറങ്ങിയുള്ള ഇടത് നേതാക്കന്മാരുടെ ഗൃഹസന്ദർശനം, അതിൽ വീട്ടിലെ ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധവാന്മാരാക്കുന്നു എന്നാണ് സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ നേതാക്കന്മാരെല്ലാം പറയുന്നത്. ഇടത് നേതാക്കന്മാർ ഈ സന്ദർശനം ഈ സമയത്താണോ ആവശ്യമായിരുന്നത് എന്നുള്ളതാണ് ചോദ്യം. കാരണം ഇതിനു മുന്നേ 10 വർഷമായി സർക്കാർ അധികാരത്തിലേറിയിട്ട് ഈ 10 വർഷത്തിൽ ഒരു ദിവസം പോലും സർക്കാരിന് ഈ ഒരു മനസ്സ് തോന്നിയിട്ടില്ലായിരുന്നു. ജനങ്ങളോട് വീടുകൾ തോറും കയറിയിറങ്ങി അവരുടെ കാര്യങ്ങളെല്ലാം അറിയണം, അല്ലെങ്കിൽ എന്താണ് അവർക്ക് പറയാനുള്ളതെന്നൊന്നും സർക്കാരിന് ഇതിനു മുന്നേ ഒന്നും തോന്നിയില്ലേ എന്നുള്ളതാണ്. ഈ അവസാന നിമിഷത്തിൽ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് വീടുകൾ തോറും കയറിയിറങ്ങിയുള്ള ഈ ഗൃഹസന്ദർശനവും ബോധവാന്മാരാക്കലും ജനങ്ങളിൽ എത്രമാത്രം, അല്ലെങ്കിൽ അവർക്ക് അത് എത്രമാത്രം വിജയിക്കുന്നു, അല്ലെങ്കിൽ അവരെ എത്രമാത്രം അതിനെ സ്വീകരിക്കുന്നു എന്നുള്ളത് നമ്മളല്ല പറയേണ്ടത്, ഈ പറയുന്ന സാധാരണക്കാരായ ജനങ്ങൾ തന്നെയാണ്. നമുക്ക് അവരിൽ നിന്ന് തന്നെ കേട്ടു നോക്കാം കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ അവരുടെ പ്രതികരണം എന്താണെന്ന് നമുക്ക് കേട്ടു നോക്കാം. പക്ഷേ ഇപ്പം ഗൃഹസന്ദർശനം നടത്തുന്നുണ്ട്, അത് എത്രത്തോളം വിജയകരമാകുമെന്നുള്ളതാണ്. 100% വിജയിക്കും. അല്ല, അവരെ തെറ്റുകൾ ഏറ്റു പറയുന്നതാണോ അതോ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒരു തെറ്റേറ്റു പറയൽ മാത്രമല്ല, നമ്മൾ വീടുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഓരോ വീടുകളിലുള്ള ഒരു സൗഹൃദ സന്ദർശനം മാത്രമാണ് ഈ നടക്കുന്നതെല്ലാം. അപ്പോൾ ആ സന്ദർശനം നടക്കുന്ന വേളയിൽ തന്നെ അവിടെ നമ്മൾ അവരോടൊപ്പം കാര്യങ്ങൾ ഓരോന്നോരോന്നായി സംസാരിക്കും. അവർക്കുണ്ടായിരുന്ന പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കപ്പെടുക, ആ പരിഹരിക്കുന്നതിനെ സംബന്ധിച്ച് നമുക്കവിടെ അവരോട് ഇടപെട്ട് പറയുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്നത്. അധികാരത്തിലേറിയതിനു ശേഷവും ഇത്തരത്തിലൊരു ഗൃഹസന്ദർശനം നടത്തുന്നത് നന്നായിരിക്കുമെന്നല്ലേ തോന്നുന്നത്? ഞങ്ങൾ നേരത്തെ നടത്തിയിട്ടുണ്ട്. നമ്മുടെ സർക്കാർ ഇപ്പം ഗൃഹസന്ദർശനം നടത്തി ജനങ്ങളോട് പറയുകയാണോ തെറ്റിദ്ധരുത്തുകയാണോ എന്താണെങ്കിലും ഇത് വോട്ടായിട്ട് മാറും, അല്ലെങ്കിൽ എത്രത്തോളം വിജയിക്കുമെന്ന്? ഇപ്പോഴത്തെ കാലത്തിൽ അത് വോട്ടാവുമെന്ന് തോന്നണില്ല. അവർ കാണിക്കുന്ന എല്ലാം ജനവിരുദ്ധ നയങ്ങളാണ്. കാണിക്കണ മുഴുവൻ അഴിമതിയാണ്. ക്ഷേത്രങ്ങളായിരുന്നാലും എവിടെ ഇരുന്നാലും കൊള്ളയാണ് നടത്തുന്നത്. ക്ഷേത്രങ്ങളിൽ അത് ദേവസ്വം ബോർഡെന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ കയറിയ ആ ക്ഷേത്രത്തിനകത്ത് എന്തുണ്ടെന്നാണ് അവരെ കണ്ണുവയ്ക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അത്തരം ഒരു പ്രവണതയുള്ള സർക്കാരിന് ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ഇത് വരണോ വേണ്ടതെന്ന്. ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരു ചെറിയൊരു പരാജയം നല്ല മാറ്റം കണ്ട്, പക്ഷേ ഇനിയും ജനങ്ങൾ മുന്നോട്ട് അത് വന്നില്ലെന്നുണ്ടെങ്കിൽ ഈ നാട് പിന്നെ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ സ്കൂളുകൾ മുഴുവൻ മദ്യത്തിനടിമകളെ കുട്ടികൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ ഇവർ മദ്യത്തിനടിമകളാക്കി മദ്യം എന്നിട്ട് തിരിച്ച് മദ്യം വിറ്റ് കാശുണ്ടാക്കണ ഒരു പ്രവണതയാണ് കാണുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ മദ്യത്തിൻ്റെ കോളനികളിൽ മദ്യം കഴിക്കാത്ത 15 വയസ്സിന് മുകളിലുള്ള ഒരാളുമില്ല. എല്ലാം മദ്യത്തിന് അഡിക്റ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ആ വീട്ടിലെ അമ്മമാരെ കണ്ണുനീര് പോലും കാണാൻ ഈ സർക്കാരിന് കഴിയണില്ല. അതുകൊണ്ട് ഈ സർക്കാർ എത്രത്തോളം വിജയിക്കുമെന്ന് അറിയാൻ പറ്റില്ല. ഈ ജനങ്ങൾ, ഈ കോളനിയിലുള്ള സാധാരണക്കാരായ ജനങ്ങൾ മനസ്സിലാക്കിയാലേ അവരെ കുടുംബത്തിലെ കുഞ്ഞുങ്ങളെ ഇനി നല്ല വഴിക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഈ കുട്ടികളെല്ലാം മദ്യത്തിന് അടിമകളായി ജനങ്ങൾ പൊറിമുട്ടിയിരിക്കുകയാണ്. അത് ജനങ്ങളാണ് കണ്ട് മനസ്സിലാക്കാനുള്ളത്. 3ാം ഭരണം തുടർ ഭരണം വേണമെന്ന് പറയുന്ന പിണറായി വന്ന ഈ വരും തലമുറയുടെ നാശമാണ്. എല്ലാം മദ്യത്തിന് അഡിക്റ്റാവും. വരും തലമുറയുടെ നാശമാണ്. അടുത്ത UDF വരുമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? UDF വരുന്ന ആഗ്രഹം നമ്മൾ എന്ത് പറയാൻ പറ്റും. നമ്മൾ സാധാരണ ഒരു എന്നാലും നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ അടുത്ത ഒരു ഭരണം. എനിക്ക് തോന്നുന്നത് കേന്ദ്രത്തിൽ നിന്നൊക്കെ ഉള്ള ആനുകൂല്യങ്ങൾ കൂടുതൽ കിട്ടുന്നത് ഒരു BJP സർക്കാരാണ്. അത് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതെ, ഒരു മാറ്റം വരട്ടെ. ഒരു മാറ്റം വരണം. BJP അധികാരത്തിലൊന്നും ഒരു മാറ്റം വരുമെന്ന് തോന്നുന്നു. ഗൃഹസന്ദർശനം നടത്തി ജനങ്ങളോട് സംവദിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനും, അല്ലെങ്കിൽ തെറ്റുകളോ അല്ലെങ്കിൽ വീഴ്ചകളോ ഉണ്ടെങ്കിൽ അത് എത്രത്തോളം വിജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്നാലും ചേട്ടന് പറയാമല്ലോ, 3ാം സർക്കാർ വരുമെന്ന് തോന്നുന്നുണ്ടോ ഇടതുപക്ഷം തന്നെ? അല്ലേ, 3ാമതും അവർ വരുമെന്ന് തോന്നുന്നുണ്ടോ? സർക്കാർ ഇല്ല. എന്തുകൊണ്ട്? അവർ നല്ല കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്തു എന്നാണല്ലോ പറയുന്നത്. 10 വർഷം കൊണ്ട് DA പോലും തരുന്നില്ല. 10 വർഷം കൊണ്ട്, 1-2 വർഷമല്ല, 10 വർഷം കൊണ്ട് DA പോലും തരുന്നില്ല. ശമ്പള പരിഷ്കരണം ഇല്ല. 10 വർഷം കൊണ്ട് പിന്നെ 1,47,000 പേര് മരിച്ചുപോയി പെൻഷൻ കിട്ടാനുള്ള ആൾക്കാർ. അവരെൻ്റെ പേരിൽ എന്താ കാര്യം? എന്ത് നേട്ടമാണ് ഉണ്ടാക്കിയത്? അപ്പോൾ ഇത് എല്ലാം പറച്ചിൽ മാത്രമേ ഉള്ളൂ, യാതൊരു കാര്യം. വാഗ്ദാനങ്ങളിലൂടെ മാത്രം പോകുന്ന ഒരു
ഞാൻ ഇനി വോട്ട് ചെയ്യാൻ പോകും. എനിക്കിപ്പോൾ 62 വയസ്സുണ്ട്. ഇനി വോട്ട് ചെയ്യാൻ പോകുന്നത് വോട്ട് ചെയ്യുന്നില്ല. ആരൊക്കെ ചെയ്യണം, എന്ത് ചെയ്യണം എന്ന് പറയും. നിങ്ങൾക്കറിയാമല്ലോ കാര്യങ്ങളൊക്കെ. അതെ, ഇതെല്ലാം പറ്റിപ്പിൻ്റെ ഒരു പരിപാടിയാണ്. എല്ലാം വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഇപ്പം ആൾക്കാരെ വീട്ടിൽ വന്നിട്ട് അത് ഇപ്പോഴല്ലേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമല്ലേ വീടുകൾ തോറും കയറി ഇറങ്ങുന്നുള്ളൂ. അത് എന്തിനാണത്? അതെ, അയ്യപ്പനെ പോയി ഇരിക്കാൻ പറ്റില്ല. അയ്യപ്പ യുവമാരെ പേടിച്ചാണ് അയ്യപ്പൻ അവിടെ പോയിരിക്കുന്നത്. അവിടെ പോലും പൊളിക്കുന്ന പിന്നെ അതിൽ എന്താ നിങ്ങളൊന്ന് പറയും. ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമല്ല, എല്ലാവരും അഭിപ്രായം ഇത് തന്നെയാണ്. ഗൃഹസന്ദർശനത്തിനെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഗൃഹസന്ദർശനം എല്ലാവരും വീട്ടിലുള്ളവരും നമ്മളെ ഈ പാർട്ടിയുമായിട്ട് കൂടുതൽ അടുപ്പ് വരാനും എല്ലാവരും നമ്മളെ ഈ ഒരു പാർട്ടിയിലേക്ക് വരാനും ബന്ധപ്പെടാനും ഈ ഭരണം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലാണോ ഇങ്ങനെ ഒരു ഇത് സാധാരണ അങ്ങനെയൊക്കെയാണ് തെരഞ്ഞെടുപ്പ് ജനസമ്പർക്ക പരിപാടി അല്ലല്ലോ ഇപ്പോൾ നടക്കുന്നത്. ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. വീടുകൾ തോറും കയറിയിട്ട് അവർക്കുള്ള അവരിലുള്ള തെറ്റിദ്ധാരണ. അത് സർക്കാരല്ലല്ലോ ചെയ്യുന്നത്, പാർട്ടിയല്ലേ. പാർട്ടിയാണല്ലോ അടുത്ത സർക്കാരായിട്ട് വരുന്നത്. രണ്ട് രണ്ടായിട്ട് കാണണം. ഞാനൊരു പാർട്ടിക്കാരനാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. കാരണം നമുക്കറിയില്ലല്ലോ ഇതിന്റെ ഒരാളാണ്. അത് രണ്ടായിട്ടാണ് കാണേണ്ടത്. സർക്കാർ പറഞ്ഞിട്ടല്ല, പാർട്ടിയുടെ പിന്നെ ഘടകങ്ങളാണ് ഇത് ചെയ്യുന്നത്, അത് സർക്കാരല്ല. ആ രണ്ടായിട്ട് നിങ്ങൾ കണ്ടാൽ സർക്കാരിന്റെ വീഴ്ചകളോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചല്ലേ പറയുന്നത്. അത് പാർട്ടി പരിശോധിക്കും. പാർട്ടി ഘടകം കൂടി ചെയ്യുന്ന കാര്യമാണ്. സർക്കാരിന് വേണ്ടി ചെയ്യുന്നതല്ല, പാർട്ടിക്ക് വേണ്ടി. പാർട്ടിയുടെ പിന്നെ എന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് ആയിക്കോട്ടെ. രണ്ടല്ലേ നിങ്ങൾ പറയോ? UDF ഭരിക്കുന്ന സമയത്ത് ഇത് കോൺഗ്രസിന്റെ ഭരണസമിതിയാണോ പറയോ? UDF ഭരിച്ചിരുന്ന കാലത്ത് ഇത്തരത്തിൽ പറയുമോ? നിങ്ങൾ പറയും ചേട്ടാ. ആരാണെങ്കിലും നമുക്ക് ഒന്നുപോലെയാണ്. കാരണം സാധാരണക്കാർക്ക് നിങ്ങൾ എന്താണ് സംശയം എന്നുള്ളതാണ് ഇപ്പോഴും പാർട്ടി പറഞ്ഞിട്ടുണ്ട്. സംയമനം പാലിച്ച് എല്ലാം പറയണം എന്നുള്ളതാണ്. മന്ത്രിമാരും മുഖ്യമന്ത്രിയും അടങ്ങുന്ന ഘടകം, പാർട്ടി ഘടകം, അതാത് മേഖലയിൽ അവർ പ്രവർത്തിക്കും. അത് സർക്കാരും പാർട്ടിയും തമ്മിലുള്ള കാര്യമാണ്, അല്ലാതെ വെറും പിന്നെ സർക്കാരിന്റെ പരിപാടിയായിട്ട് അത് കാണരുത്. അല്ല, സർക്കാരിനുണ്ടായ വീഴ്ചകളെ കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുകയും പാർട്ടി ചെയ്യുന്നതാണ്, അത് സർക്കാർ ചെയ്യുന്നതല്ല. അതാണ് ഞാൻ പറഞ്ഞത്, വീണ്ടും പറയുന്നതാണ്. നിങ്ങൾ പാർട്ടിയും സർക്കാരും രണ്ടായിട്ട് കാണണം. സർക്കാർ മുന്നണി സർക്കാരാണ്, ഒറ്റയ്ക്കല്ല, മുന്നണി സർക്കാരാണ്. പല ഘടകകക്ഷികളുടെയും ഒത്തൊരുമയോടെയാണ് സർക്കാർ ഭരിക്കുന്നത്. അത് രണ്ടായിട്ട് നിങ്ങൾ കണ്ടാവും. അതെ, അത് തന്നെയാണ് ചോദിച്ചത്. അതുകൊണ്ടാണ് ചോദിച്ചത്. കാരണം ജനങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ പറയുകയാണോ അല്ലെങ്കിൽ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണോ? ഇത് എങ്ങനെ ജനങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ചില വിയോജിപ്പോ അങ്ങനെയുള്ള അസ്വാരസ്യം ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ നിലപാട് ഇന്നതാണ് എന്ന് വീടുകൾ കയറി ഇറങ്ങി, ഇപ്പോഴത്തെ രാഷ്ട്രീയ കാര്യങ്ങൾ അറിയാമല്ലോ, വീട്ടിൽ കയറ്റാൻ പറ്റാത്ത രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും ഉണ്ടല്ലോ. അത്തരത്തിലല്ല CPMന്റെ പ്രവർത്തകരും നേതാക്കന്മാരും, അത്തരത്തിലല്ല. അവര് വീടുകളിൽ അന്തസ്സോടെ ഉണ്ട്. പക്ഷേ ഇത്തരത്തിലില്ലല്ലോ. കുഞ്ഞുണ്ടായാലേ ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റൂ, ജീവിക്കാൻ പറ്റൂ എന്നുള്ള അവകാശമൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ. അത് ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു MLA മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതേ ഉള്ളൂ. അങ്ങനെ കണ്ടാൽ ചേട്ടാ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരിക്കലും യോജിപ്പില്ല. മുകേഷ് എന്തെല്ലാം തെറ്റിയത്. അതെ, പിന്നെ കണ്ണൂർ എന്തൊരു വിജയനോ ഒക്കെ തെറ്റ് ചെയ്തു. ശശി എന്തെങ്കിലും അറസ്റ്റ് ചെയ്തോ? ഇല്ല. പിടിച്ചോ? ഒന്നുമില്ല, പിടിക്കില്ല. അവരെ ആളുകളെ പിടിക്കുകയില്ല, അറസ്റ്റ് ചെയ്യുകയില്ല. ഞാനിപ്പോ രാഹുൽ മാങ്കുണ്ടത്തെ ന്യായീകരിക്കില്ല, തെറ്റ് തന്നെ. പക്ഷെ ആര് ചെയ്താലും അതുപോലെ നടപടി എടുക്കണം. ഇപ്പൊ ശബരിമല അയ്യപ്പൻ ശബരിമല ഈ രാജ്യം ഉണ്ടായ കാലത്ത് ഉണ്ടായ ഒരു പുണ്യാലയമാണ്. കോടിക്കണക്കിന് സ്വർണ്ണം മാറിക്കൊണ്ടുപോയി. എത്ര എണ്ണം ജയിലിൽ കിടക്കുന്നുണ്ട്. അതൊക്കെ അവർ പറയുന്നത് അതൊന്നും അവരെ പാർട്ടിയല്ല ചെയ്തെങ്കിൽ അവര് ശിക്ഷിക്കുമെന്നാണ്. അവര് ശിക്ഷിക്കില്ല, കോടതിയിലേ ശിക്ഷിക്കണം. മാത്രമല്ല ഇപ്പൊ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതോടുകൂടി ഇപ്പൊ വേറൊരു അറസ്റ്റ് നടന്നിട്ടില്ല. അതിനുശേഷം നടന്നിട്ട് ഇനി കടകംപള്ളി അറസ്റ്റ് ചെയ്യുമ്പോൾ നടക്കും. ഇവര് ചെയ്യുമോ? ഇപ്പൊ ഇല്ല. അതാണ് എങ്ങനെ ചെയ്യും? ചെയ്തതോടെ തീർന്നില്ലേ ഉമ്മാര്? അതെ, ഈ അവസാന നിമിഷത്തിലെ വീടുകൾ തോറും കയറി ഇറങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ എത്രമാത്രം വിശ്വസിക്കപ്പെടും എന്നുള്ളതാണ്. വിശ്വസിക്കും. എല്ലാവരും കേരളത്തിലെ ജനങ്ങൾ പള്ളിക്കൂടം പോയവരാണ്, വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, അറിവുള്ളവരാണ്. പെൻഷൻ കൊടുത്തെന്നോ അത് കൊടുത്തെന്നോ ഇത് കൊടുത്തെന്ന് പറഞ്ഞ് ഇന്നിയാക്കിയില്ല, അന്ന് ഏറ്റു. ഇന്നിയാക്കില്ല. ഇതൊക്കെ കള്ളവും കപടമാണെന്ന് ജനം മനസ്സിലാക്കി കഴിഞ്ഞു. ഇതാ പഞ്ചായത്ത് ഇലക്ഷന് കണ്ടില്ലേ? എത്ര പിടിച്ചു സീറ്റ്? വീണ്ടും അവർ പറയുന്നത് അവർ തന്നെ വരും എന്നുള്ളതാണ്. അത് ആരോ വരട്ടെ, നമുക്കതിലൊന്നുമില്ല. ആരോ വരട്ടെ, എങ്ങനെ വരും? ഇവിടെ ആർക്കെങ്കിലും പഠിച്ചവർക്ക് ജോലി കൊടുക്കുന്നുണ്ടോ? പിറമ്പാതിൽ കൂടുതൽ ജോലി കൊടുക്കുന്നത്. പഠിച്ച് എത്ര പിള്ളേർക്കാണ് ജോലി കൊടുത്തത് നേർവഴിക്ക്? ESC ഒക്കെ തുറപ്പക്കുറ്റിയാക്കിയില്ലേ? ഇപ്പൊ പിന്നെ ഒരു ബാറുണ്ട്, കുപ്പി കൊണ്ട് കൊടുത്ത 20 രൂപയും
ജയിലിൽ പോവാണെന്നുണ്ടെങ്കിൽ പിന്നെ ബാറിന് മദ്യത്തിന് ഓരോ പേരിടാൻ വേണ്ടി ഒരു ഇതാണ്. അതെ, പ്രോത്സാഹന സമ്മാനം. ഇതൊക്കെയാണ് സർക്കാർ ചെയ്യേണ്ടത്. ഒരു സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഉന്നതികളാണ് ഇതൊക്കെ എടുത്ത് പറയുന്നത്. അല്ലാതെ ഇപ്പൊ പറഞ്ഞിട്ട് പോയ ആളുകള് ഒരുത്തം മാത്രം തെറ്റട്ടെ, സർവത്ര ആണും പെണ്ണും സർവത്ര പാർട്ടിയിലുള്ളവരും തെറ്റ് തന്നെ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ തെറ്റ് ഈ അതിജീവിത സംഭവം നടന്നിട്ട് എത്രയോ വർഷം ഇതുവരെ അവർ വെടിവിടാത്തത്. അതെ, ഇപ്പൊ ഞാൻ ഇവിടെ ഒരു തെങ്ങിന്ന് ഒരു തേങ്ങ അടപ്പ് 6 മാസം കഴിഞ്ഞിട്ട് ഞാൻ ഇതിന്റെ പോകുമ്പോൾ തേങ്ങ കള്ളാന്ന് വിളിച്ചിട്ട് കാര്യമില്ല. ഇല്ല, അപ്പൊ പിടിക്കണം. അല്ല, പുള്ളിയെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തപ്പം ബിരിയാണി വരെ വിളമ്പിയ ആൾക്കാരാണ് ഇവര്. അതുമാർ എന്തും വിളമ്പോ അവര് നല്ലവരെന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കും. മനസ്സിലായില്ലേ? അതിലൊന്നും ഒരു കാര്യമല്ല. ഇപ്രാവശ്യം ഉമ്മാർ ആകെ ഒരു 10-15-20 സീറ്റ് പിടിക്കും, അത്രേ ഉള്ളൂ. കോൺഗ്രസ്സുകാരന്മാർ തമ്മിലടിക്കാൻ നിന്നാ ഇവന്മാർക്ക് എല്ലാവർക്കും, ഞാൻ പൊതുവെ പറയുകയാണ്, ഈ കോൺഗ്രസ്സുകാർക്ക് എല്ലാവർക്കും മുഖ്യമന്ത്രിയാവണം. അതെ, മനസ്സിലായില്ലേ? എല്ലാവരും സതീശൻ, മുരളി, ചെന്നിത്തല, KC വേണുഗോപാൽ എല്ലാവരും KCക്കാണ് കൂടുതലും ചാൻസ് പറയുന്നത്. അയാൾക്ക് കുഴപ്പമില്ല, കുറച്ച് വിവരമുണ്ട്. മനസ്സിലായില്ലേ? ഇതിനെക്കാട്ടി തരൂരിന് കൊടുത്താലും കാര്യമായിട്ട് പോകും. പക്ഷേ അത് നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു, ഒരു MP മാറ്റാൻ പാടില്ല. മനസ്സിലായോ? തരൂർ വന്നു കഴിഞ്ഞാൽ വിദേശത്തു നിന്നൊക്കെ നല്ല കാര്യങ്ങൾ നടക്കും. അദ്ദേഹത്തിനെ സംസാരിക്കാനും അറിയാവൂ, ഫയൽ നോക്കാൻ അറിയാം. വിദേശത്ത് പോയി ഫണ്ടുകൾ വാങ്ങിച്ചുകൊണ്ട് വരാൻ കഴിവുണ്ടാവും, ഒക്കെ നടക്കും. ഇപ്പൊ ഇവരൊക്കെ യോജിച്ച് നിന്നാൽ 10-15-20 സീറ്റ് പിടിക്കും. അത്രേ ഉള്ളൂ, അത്രേ പിടിക്കുള്ളൂ. എന്തായാലും അടുത്ത ഭരണം ആരായിരിക്കും എന്നുള്ളതാണ്. അടുത്ത ഭരണം ഞാൻ പറഞ്ഞിട്ടേ, ഇനി പൊളിച്ചു പറയണോ? കോൺഗ്രസ് തന്നെ വരും. അല്ല, അപ്പൊ BJP പ്രതിപക്ഷത്ത് വരുമെന്ന് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഒരു 2-3 സീറ്റ് പിടിക്കും, അത്രേ ഉള്ളൂ. അതിനപ്പുറം ഒന്നും പിടിക്കില്ല. തോറും കയറി ഇറങ്ങി ജനങ്ങളെ ബോധവാന്മാരൊക്കെ ആക്കുന്നുണ്ട്. ഇത് എത്രത്തോളം വിജയിക്കുമെന്ന് തോന്നുന്നു? വിജയിക്കില്ല. കാരണം ഈ ഇത്ര നേരം കൊണ്ട് എല്ലാ ജനങ്ങളെയും കൂട്ടിപ്പിടിക്കുകയാണ്. പക്ഷേ ഈ ജനങ്ങളാണ് നേരത്തെ താമസിക്കുന്നത്, പട്ടണിയിലും പരിധിയിലും എല്ലാം. അപ്പോൾ അവരാരെയും കണ്ണു തുറക്കാനായിട്ട് അവർക്ക് കഴിയില്ല. അന്ന് സാധിച്ചില്ല. അപ്പോഴും സാധിക്കാത്തതാണ് ഇപ്പം സാധിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച്. അതെ അതെ അതെ. ഈ വീട്ടിലിരിക്കുന്നവർക്ക് 1000 രൂപയും 2000 ഈ ആത്മാർത്ഥമായിട്ട് ഈ കൊറോണ സമയത്ത് ഞങ്ങൾ ആശുപത്രിയിൽ കിടന്ന് തീട്ടവും മൂത്രവും വാരി കൊറോണ വരെയും ഞങ്ങൾ കൊണ്ട് സംരക്ഷിച്ച ഞങ്ങൾക്ക് പെൻഷനില്ല, ആനുകൂല്യങ്ങളില്ല, ഒന്നുമില്ല. ഞങ്ങളെ പിടിച്ചിട്ടേക്കുന്ന പൈസയെന്ന് തുച്ഛമായിട്ടുള്ള 1300 രൂപയാണ് എനിക്ക് കിട്ടുന്നത്. എൻ്റെ കാര്യം പറയാം, കിട്ടുന്നത്. അതേപോലെ എല്ലാവരും 1300 ഒരു മാസമാണോ ദിവസമാണോ എങ്ങനെയാണ്? ഒരു മാസം 2 ലക്ഷം രൂപ നിങ്ങളെന്നും കാട്ടിയാണ് ജയിലിൽ കിടക്കുന്ന ജയിൽ പുള്ളികൾ. അത് ഇപ്പം ഞങ്ങൾ വിചാരിക്കുന്ന ആരെങ്കിലും ഒരു തട്ടിയിട്ട് ജയിലിൽ പോയി ചെന്നാൽ നമുക്ക് ഭക്ഷണവും കിട്ടും, വരുമാനം, വാടക കൊടുക്കണ്ട, ഒന്നും വേണ്ട, സുഖ ഭക്ഷണം. പക്ഷേ ഞങ്ങൾ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ഞങ്ങൾ നടന്നു വരെയും പോയിട്ടുണ്ട് ജോലിക്ക്. അങ്ങനെയുള്ള ഞങ്ങളിൽ നിന്ന് 2 ലക്ഷം രൂപ പിടിച്ചിട്ടിട്ട് 1300 രൂപ. ആ 2 ലക്ഷം രൂപ ഞങ്ങൾ പുറത്ത് പലിശയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ ഞങ്ങളുടെ മക്കൾക്ക് അരി വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു. തീർച്ചയായിട്ടും. ഇനി അവർ കയറില്ല. ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. തീർച്ചയായും. ഏതായിരിക്കും? UDF വരുമോ? അത് പറയാൻ പറ്റില്ല. ഏത് വരണമാണ് ഞങ്ങൾക്ക് നേട്ടം ഉണ്ടായാൽ മതി. ഈ പാവപ്പെട്ട ഞങ്ങൾക്ക് നേട്ടം ഉണ്ടായാൽ മതി. UDF ആയിരുന്നാലും BJP ആയിരുന്നാലും ആരായിരുന്നാലും ജനങ്ങളെ മനസ്സിലാക്കുന്ന, ജനങ്ങളെ കയ്യിലെടുക്കണവർ, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ വന്ന് ഭരിച്ചാൽ ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങൾക്ക് വേണം. ഇവരിപ്പോൾ ഭരിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി, പണക്കാർക്ക് വേണ്ടിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അതിന് ഇല്ല. അപ്പം ഞങ്ങൾ എന്തായിരുന്നാലും കമ്മ്യൂണിസ്റ്റുകാർ ഇനി കയറണ്ട. അപ്പം നമ്മൾ ഈ ഗൃഹ സന്ദർശനം ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമോ എന്ന് തോന്നുന്നുണ്ടോ? പാടാണ്. മൂന്നാം മുന്നണി വരുമോ ഇത് വീണ്ടും? മൂന്നാമത്തെ പ്രാവശ്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം എന്തുകൊണ്ടാ? പെൻഷന് ശമ്പളം കൂട്ടി കൊടുത്തെന്ന് പറഞ്ഞ് വരാൻ സാധ്യത കുറവാണ്. ആളുകൾ മനസ്സിലായി ക്ഷേമ പെൻഷൻ കൂട്ടിയെന്നും പറഞ്ഞുകൊണ്ടൊന്നും വരൂല. കോൺഗ്രസ് ഇനി വരുള്ളൂ അധികാരത്തിൽ. ഇനി UDF തന്നെ വരും. നിയമത്തോ പട്ടിയൂർക്കാവിലോ 1-2-3 സീറ്റ് പിടിക്കും. ഒരു മാറ്റം ആഗ്രഹിക്കുന്നില്ല ഈ 10 വർഷത്തെ ഭരണത്തിൽ നിന്ന്? മാറ്റമുണ്ട്. എല്ലാ പൊതുവെ ആളുകളൊക്കെ കൂടുന്നിടത്ത് ഇതാണ് കേൾക്കുന്നത്, കോൺഗ്രസേ വരുള്ളൂ. അവർ അടികൂടാതെ നിന്നാൽ അവരെ ജയിക്കും. അതെ, അടികൂടാതെ നിന്നാൽ കോൺഗ്രസിന് കയറി വരാമെന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. അതെ, ഇപ്പോൾ ഗൃഹസന്ദർശനം നടത്തുന്നുണ്ട് ഇടതുപക്ഷം. അത് എത്രത്തോളം വിജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവസാനം, അതായത് ഭരണത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ കുറേ നല്ല വർത്തമാനങ്ങളൊക്കെ പറയും. അത് മാത്രമല്ല, അതിനകത്തൊരു ആത്മാർത്ഥതയും ഇല്ല. അപ്പോൾ അതൊരു വിജയത്തിലേക്കുള്ള ഒരു പടിയായിട്ടാണ് അവർ കാണുന്നത്. പക്ഷേ അത് ജനങ്ങളിൽ എത്രമാത്രം ജനങ്ങളെ സ്വാധീനിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അത് അവർ യാതൊരു രീതിയിലും ഒരു ജനങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ? മനസ്സിലാക്കി കഴിഞ്ഞു. ഒരു മണ്ടന്മാരൊന്നും അല്ല. അതെ. ഇപ്പം ഇടതുപക്ഷത്തിന് അധികാരം കൊടുത്ത സമയത്ത് പോലും അവരുടെ ജനങ്ങളുടെ തീരുമാനം ശരിയായിരിക്കും. അന്നത്തെ നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു.
അതെല്ലാം കളഞ്ഞു കുളിച്ചു. ഇനിയിപ്പോൾ ഈ അവസാന നിമിഷത്തിൽ കൊണ്ടുവന്ന് കുളിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അല്ലേ? കാര്യം